നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, സിനിമാ മേഖലയിലുള്ളവരുടെ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇന്നും അക്കാര്യം തുടരും എന്നാണ് സൂചന. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു, വിപിൻലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. നാളെയാണ് മൂവരുടെയും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി ഇവരെ ചോദ്യം ചെയ്യാനുള്ള സമയം ഇവർക്കുണ്ട്. ഈ ഒരു ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് ഫോൺ ചെയ്യാനുള്ള സുനിക്ക് ഫോൺ എത്തിച്ചു കൊടുത്തത് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൺ ലഭിച്ച കോയമ്പത്തൂരിൽ ചെന്ന് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ 3 പേരെയും, അതേസമയം പൾസർ സുനിക്ക് ഒപ്പം ഇരുത്തി 2 പേരെയും ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. 2 പേരും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. അക്കാര്യം ചോദ്യം ചെയ്യലും ആവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 3 പേരെയും ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. നാളെ 3 പേരെയും കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. അതോടൊപ്പം സമാന്തരമായി തന്നെ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സിനിമാ മേഖലയിലുള്ളവരുടെ കൂടുതൽ പേരുടെ മൊഴി ഇന്നും രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ബിജെപിയിലെ കോഴ വിവാദത്തിൽ അന്വേഷണം. പ്രമുഖ മെഡിക്കൽ കോളേജ് ഗ്രൂപ്പിന് PG കോഴ്സ് അനുവദിക്കാൻ ബിജെപിയുടെ ഒരു സംസ്ഥാന നേതാവ് 7 കോടി രൂപ കൈപ്പറ്റിയെന്ന വി മുരളീധര പക്ഷത്തിന്റെ ആരോപണത്തിൽ പാർട്ടിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ നേതൃത്വം നൽകുന്ന കമ്മീഷൻ കഴിഞ്ഞ ദിവസം സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും തെളിവെടുത്തു. ബിജെപിയുടെ പാലക്കാട് നടന്ന യോഗത്തിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് വി മുരളീധര പക്ഷം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച നേതാവ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും 7 കോടി രൂപ കൈപ്പറ്റിയെന്നതായിരുന്നു ആരോപണം. മെഡിക്കൽ കോളേജിന് PG കോഴ്സ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്താനാണ് പണം കൈപ്പറ്റിയത്. എന്നാൽ കോളേജിന് മെഡിക്കൽ PG കോഴ്സിന്റെ കോഴ സംഭവം പുറത്തായി. തുടർന്ന് PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖനെതിരെയുള്ള ആരോപണം വി മുരളീധര പക്ഷം ആയുധമാക്കുകയായിരുന്നു. കോഴ വിവാദം പൊതുസമൂഹത്തിന് മുന്നിലെത്തിയാൽ അത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുമെന്നും അതിനാൽ ആരോപണത്തിന്റെ സത്യാവസ്ഥ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും മുരളീധര പക്ഷം പാലക്കാട് യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിഷയം പാർട്ടി ദേശീയ അധ്യക്ഷന്റെ അടുത്തെത്തുക കൂടി ചെയ്തതോടെ കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന അധ്യക്ഷനോട് അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് നിയമിച്ച BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് തെളിവെടുത്തു. എന്നാൽ 7 കോടിയല്ല 5 കോടിയാണ് നൽകിയതെന്നും മെഡിക്കൽ കോഴ്സ് ലഭിക്കാത്തത് തങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നും ഇക്കാര്യത്തിൽ പരാതിയില്ലെന്നും മെഡിക്കൽ കോളേജ് ഉടമ മൊഴി നൽകിയതായാണ് വിവരം. 4 മാസം മുൻപ് പാർട്ടിയിലെ മറ്റൊരു നേതാവിനെതിരെയും സമാനമായ ആരോപണമുയർന്നിരുന്നു. ആക്ഷേപം സംബന്ധിച്ച ചില പാർട്ടി പ്രവർത്തകരിൽ നിന്നുകൂടി തെളിവെടുത്ത ശേഷം ഈ മാസം തന്നെ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന അഭ്യൂഹം ശക്തമാകുന്നു. ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ CBI നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് ബീഹാർ രാഷ്ട്രീയം കലങ്ങിമറിയുന്നത്. നേരത്തെ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ നിതീഷ് തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, ബീഹാറിലെ RJD JDU സഖ്യം കഴിഞ്ഞ കുറെ മാസങ്ങളായി അത്ര നല്ല സുഖത്തിലല്ല മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദിനെ NDA പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ നിതീഷ് കുമാർ രാംനാഥ് കോവിന്ദിനെ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് സഖ്യകക്ഷിയായ കോൺഗ്രസിനെയും RJDയും ഒരുപോലെ ഞെട്ടിച്ചു. ബീഹാറിന്റെ പുത്രൻ എന്ന പേരിലാണ് നിതീഷ് കുമാർ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്നു എന്നതിന്റെ സൂചന അപ്പോൾ നൽകി. അതിനുശേഷം 2 ദിവസം മുമ്പ് ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ CBI റെയ്ഡ് നടത്തി. ഇത് നിതീഷ് കുമാറിന് നേരത്തെ അറിയാമായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ JDU നേതാക്കൾ ഉന്നയിക്കുന്നത്. കാരണം ഈ റെയ്ഡ് നടക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ് പട്നയിൽ നിന്ന് 150 കിലോമീറ്റർ മാറിയുള്ള അവധിക്കാല വസതിയിലേക്ക് നിതീഷ് കുമാർ മാറിയത്. ഇത് മനഃപൂർവ്വം മാറിയതാണെന്ന് സംശയിക്കുന്നു. ലാലുവും കോടതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പട്നയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു.
അപ്പോഴാണ് ഈ CBI റെയ്ഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഇതേ തുടർന്ന് യാദവിന്റെ മകൻ ഇപ്പോൾ തേജ് യാദവ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ സഖ്യത്തിൽ മന്ത്രിയായി ഉണ്ട് ക്യാബിനറ്റിൽ. അപ്പൊ നിതീഷ് കുമാർ രാജി ചിലപ്പോൾ ബീഹാർ ലാലു പ്രസാദ് യാദവിന്റെ മകനിൽ നിന്ന് വാങ്ങിക്കും എന്ന സംശയവും ശക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സഖ്യം അത്ര നല്ല രസത്തിൽ മുന്നോട്ട് പോകില്ല. സ്വാഭാവികമായും നിതീഷ് കുമാറിന് NDAയിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നതാണ് എന്ന സൂചനയും വരുന്നുണ്ട്. എന്തായാലും അത് തുറന്ന് മനസ്സ് തുറക്കാൻ ഇതുവരെ നിതീഷോ അവരുടെ പാർട്ടിയോ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ഡൽഹിയിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുന്നുണ്ട്. ഇതിൽ JDU പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സൗമ്യ. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. GST നിലവിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിപണി വില നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സർക്കാർ രംഗത്ത്. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ച സർക്കാർ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചു. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് GST നടപ്പിലാക്കിയതോടെ കച്ചവട സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാനുള്ള ചില വ്യാപാരികളുടെ നീക്കത്തിനെയാണ് സംസ്ഥാന സർക്കാർ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ വിലയിൽ കുറവ് വന്ന സാധനങ്ങൾക്ക് വില കുറച്ചു വിൽക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ മറ്റു വ്യാപാരികളും അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. പുതിയ നിരക്കനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. ഗ്രീൻ പീസ് 38 രൂപയിൽ നിന്നും 2 രൂപ കുറഞ്ഞ് 36 രൂപയും, കടുക് 58, റാഗി 36, ചെറുപയർ 69, സാമ്പാർ പരിപ്പ് 70, ഉഴുന്നുപരിപ്പ് 74, പച്ചരി 26 രൂപ 50 പൈസയും കടലയ്ക്ക് 74 രൂപയുമാകും പുതിയ സപ്ലികോ നിരക്കുകൾ. സർക്കാരിന്റെ നടപടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി വിലപരിശോധന നടത്തുവാനും വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രതിപക്ഷ പാർട്ടികൾ അടുത്തയാഴ്ച ദില്ലിയിൽ യോഗം ചേരും. കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിശ്ചയിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. യോഗത്തിൽ JDU പങ്കെടുക്കും. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ സമയമെടുത്തതോടെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ദില്ലി. രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് പുറമെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ 11-ാം തീയതി ചൊവ്വാഴ്ച 10 പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ യോഗം ചേരും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് നേതാവ് മീരാ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതിയായി കോൺഗ്രസ് ഇതര വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ലോക്സഭ, രാജ്യസഭാ MPമാർ മാത്രം വോട്ട് ചെയ്യുന്നതിനാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയം എളുപ്പമാകില്ല. നിലവിലെ കണക്കനുസരിച്ച് ആകെ പോൾ ചെയ്യുന്ന 790 വോട്ടിൽ 500 വോട്ടുകൾ ഭരണപക്ഷത്തിനുണ്ട്. ഇതിനാൽ പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണ് സാധ്യത. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കുമെന്നറിയിച്ചിട്ടുള്ള നിതീഷ് കുമാറിന്റെ JDU പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് JDU തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ ബുർഹാൻ വാനി കൊല്ലപ്പെട്ടതിന്റെ ചരമവാർഷികത്തിന്റെ പേരിൽ കശ്മീരിൽ ഇന്ന് വിഘടനവാദി സംഘടനകൾ പ്രതിഷേധ റാലി നടത്തും. പ്രതിഷേധ റാലികൾക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ മറവിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിൽ സുരക്ഷ ശക്തമാക്കി. 20,000-ലധികം സൈനികരെ അധികമായി വിന്യസിച്ചു. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ധാരണയിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന, മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ്, ഇതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കും. അതേസമയം ഫീ റെഗുലേറ്ററി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയതായും അത് തിരുത്തിയതായും ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. ഈ വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് അടിസ്ഥാനത്തിൽ ഉയർന്ന ഫീസ് നിരക്ക് ഫീസ് നിർണയ സമിതി തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. MES കാരക്കോണമടക്കം 8 സ്വാശ്രയ കോളേജുകളാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന, മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതുപോലെ അതിൽ നിന്ന് ഫീസിൽ ഒട്ടും വർധനവില്ലാതെയും സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആയിരിക്കും. മുഴുവൻ സീറ്റുകളിലും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്ന നിബന്ധന കൂടി അംഗീകരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് സീറ്റ് ധാരണയാകാം എന്നുള്ള കാര്യം ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ മാനേജ്മെന്റുകൾ ധാരണ അംഗീകരിച്ച് മുന്നോട്ട് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ.
അതേസമയം 50% സീറ്റിൽ പഴയ ഫീസും ബാക്കിയുള്ള 50% മാനേജ്മെന്റ് NRI സീറ്റിൽ ഫീസ് വർധനവുമാണ് ചില മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഫീസ് നിശ്ചയിക്കുന്ന സമിതിയെ പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയെന്നും എന്നാൽ അത് തിരുത്തിയതായും മന്ത്രി പറഞ്ഞു. അതിലെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഓർഡിനൻസ് പുതിയതാണല്ലോ. ഇപ്പോൾ ആ ഓർഡിനൻസിലുള്ള 10 അംഗങ്ങളെ ചേർത്തില്ല എന്നുള്ളൊരു പെശകുണ്ട്. അത് ഞങ്ങൾ പറയുകയാണ്, അത് അഡ്മിറ്റ് ചെയ്യുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് 10 അംഗങ്ങളടങ്ങിയ ഓർഡിനൻസിലെ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കുകയും ആ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരോഗ്യ സെക്രട്ടറിയെ ശാസിച്ചെന്നും ആരോഗ്യമന്ത്രിയായ തന്നെ അതൃപ്തി അറിയിച്ചെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ചൽ ഇടമുളയ്ക്കൽ പ്രജീഷ് ഭവനിൽ KG പങ്കജാക്ഷൻ അന്തരിച്ചു. പീപ്പിൾ TV ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് പ്രജീഷ് കൈപ്പള്ളിയുടെ അച്ഛനാണ്. രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് വിളിച്ചോതി ദില്ലിയിൽ മാതൃകാ നിയമം പ്രസിദ്ധീകരിച്ച് പ്രതിഷേധം. വർഗീയ വിദ്വേഷങ്ങളുടെയും പശുവിന്റെയും പേരിൽ ആക്രമണം നടത്തുന്നവരെ ജീവപര്യന്തം ശിക്ഷിക്കുക, സ്ഥലം SIയെ ഉടനടി സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയവയാണ് മാതൃകാ നിയമത്തിലെ പ്രധാന ശുപാർശകൾ. അംബേദ്കറുടെ ചെറുമകൻ പ്രകാശ് അംബേദ്കറാണ് മാതൃകാ നിയമം പ്രസിദ്ധീകരിച്ചത്. വർഗീയ വിദ്വേഷങ്ങളുടെയും പശുവിന്റെയും പേരിലുള്ള മനുഷ്യക്കുരുതിയിൽ രാജ്യം ശവപ്പറമ്പാകുന്നത് തടയണമെന്ന് സർക്കാരിനോടും ജുഡീഷ്യറിയോടും ഒരുപോലെ വിളിച്ചോതിയാണ് മാതൃകാ നിയമം പ്രസിദ്ധീകരിച്ച് പ്രതിഷേധ കൂട്ടായ്മ ദില്ലിയിൽ നടന്നത്. മുതിർന്ന അഭിഭാഷകരായ സഞ്ജയ് ഹെഗ്ഡെ, ഷെഹ്സാദ് പുനാവല, JNU വിദ്യാർത്ഥികളായ കന്നയ്യകുമാർ, ഷഹല റാഷിദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചെറുമകൻ പ്രകാശ് അംബേദ്കർ തന്നെയാണ് മാതൃകാ നിയമം പ്രസിദ്ധീകരിച്ചത്. വർഗീയ വിദ്വേഷങ്ങളുടെയും പശുവിന്റെയും പേരിൽ ആക്രമണം നടത്തുന്നവരെ ജീവപര്യന്തം ശിക്ഷിക്കുക, സ്ഥലം SIയെ ഉടനടി സസ്പെൻഡ് ചെയ്യുക, സംഘം ചേർന്നുള്ള ആക്രമണം ജാമ്യമില്ലാ കുറ്റമാക്കി മാറ്റുക തുടങ്ങിയവയാണ് മാതൃകാ നിയമത്തിലെ പ്രധാന ശുപാർശകൾ. Without having buts and if they accept this bill and if they pass the bill in the parliament, a message will go across the nation. പശുവിന്റെ പേരിൽ മനുഷ്യജീവൻ കൊത്തിയെടുക്കുന്നവരെ സംരക്ഷിക്കുമ്പോഴും ഗതികേട് കൊണ്ട് ജീവൻ പൊലിഞ്ഞ കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കാൻ മടിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകൾ പ്രതിഷേധ സംഗമവും നടത്തി. മനുശങ്കർ, ദില്ലി. ആറന്മുള മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് തുടക്കമായെന്ന് സ്ഥലം MLA വീണ ജോർജ്. അടുത്ത ശബരിമല സീസണ് മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. മഴക്കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിനാൽ മണ്ഡലത്തിൽ പനിയുടെ തോത് കുറവാണെന്നും MLA പറഞ്ഞു. വികസന മുരടിപ്പിൽ വീർപ്പുമുട്ടിയിരുന്ന ആറന്മുള മണ്ഡലത്തിൽ 200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. റോഡ് വികസനത്തിൽ കോഴഞ്ചേരി പാലത്തിന്റെയും കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡിന്റെ അടക്കം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നാണ് വീണ ജോർജ് MLA വ്യക്തമാക്കിയത്. നടപ്പാതയും മലിനജലം പോകാനുള്ള ഓടയും അടക്കം റോഡ് വികസനത്തിൽ വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴഞ്ചേരി പാലം, കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡ്, മഞ്ഞനിക്കര ഇലവത്തിട്ട മുളക്കട റോഡ് മികച്ച പ്രവർത്തികളായിട്ട്, അതായത് റോഡിനെ സംബന്ധിച്ചാണെങ്കിൽ നടപ്പാത ഉൾപ്പെടെ ഡ്രെയിനേജ് സൗകര്യം ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കിഫ്ബിയിലാണ് വർക്ക് ചെയ്യുന്നത്. റോഡ് വികസനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പുരോഗമിക്കുന്നത് സ്കൂളുകളുടെ കാര്യത്തിലാണ്. അതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. മികവിന്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളുകൾ മാറ്റുന്നതിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകളും തയ്യാറാക്കും. ശബരിമലയോട് അടുത്ത് കിടക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അനുവദിച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. അപ്പോൾ ശബരിമല സീസണിലൊക്കെ കൂടുതൽ അയ്യപ്പന്മാർക്കും ഇവിടെ എത്തുന്നത് ഹൃദയസ്തംഭനം ഉണ്ട്, അല്ലെങ്കിൽ ഹൃദ്രോഗബാധയെ തുടർന്നൊക്കെ എത്തിക്കുമ്പോൾ ഇവിടെ മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ കാത്ത് ലാബ് തുടങ്ങുകയാണ്. ഈ ശബരിമല സീസണ് മുൻപ് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് സജ്ജീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിനാൽ മണ്ഡലത്തിൽ പനിയുടെ തോത് വളരെ കുറവാണെന്നും വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ തമിഴ്നാട് ലംഘിക്കുന്നത് മൂലം കേരളത്തിന് കിട്ടേണ്ട ജലലഭ്യതയിൽ വലിയ കുറവുണ്ടാകുന്നതെന്ന് ആരോപണം. 47 വർഷത്തെ ചരിത്രത്തിനിടെ ഏറ്റവും കുറവ് ജലമാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. കേരളത്തിന്റെ വിഹിതം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ അവകാശമുള്ളൂ എന്ന വ്യവസ്ഥയാണ് അട്ടിമറിക്കപ്പെടുന്നത്. കരാർ പ്രകാരം 19,580 ദശലക്ഷം ഖനിയടി ജലം കേരളത്തിന് ലഭ്യമാക്കിയ ശേഷം മാത്രമേ തമിഴ്നാടിന് വെള്ളമെടുക്കാൻ അവകാശമുള്ളൂ.
എന്നാൽ കഴിഞ്ഞ മാസം 30-ന് അവസാനിച്ച 2016-17 വർഷത്തിൽ ഷോളയാറിലും മണക്കടവിലുമായി കേരളത്തിന് ലഭിച്ചത് 12,582 ദശലക്ഷം ഖനയടി ജലം മാത്രമാണ്. കരാർ ലംഘിച്ച തമിഴ്നാട് വെള്ളം കൊണ്ടുപോയതിനു പുറമെ മഴ കുറഞ്ഞതും കേരളത്തിന് തിരിച്ചടിയായി. കേരള ഷോളയാറിൽ ആകെ ഇത്തവണ കിട്ടിയത് 8,200 ദശലക്ഷം ഖനയടിയാണ്. അതേസമയം അവിടുന്ന് തമിഴ്നാട് 8,650 ദശലക്ഷം ഖനയടി വെള്ളം പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൃഷിയെയും വൈദ്യുതി ഉൽപാദനത്തെയും ജലലഭ്യതയുടെ കുറവ് സാരമായി ബാധിച്ചു. ഷോളയാറിൽ 76 ദശലക്ഷം യൂണിറ്റ്, പെരിങ്ങൽകുത്തിൽ 44 ദശലക്ഷം യൂണിറ്റ് എന്നിങ്ങനെയാണ് വൈദ്യുതി ഉൽപാദനത്തിലെ കുറവ്. യൂണിറ്റിന് 4 രൂപ കണക്കാക്കിയാൽ സംസ്ഥാനത്തിന്റെ നഷ്ടം 48 കോടിയാണ്. കർഷകർക്കുണ്ടായ നഷ്ടത്തിൽ കൃത്യമായ കണക്കില്ല. ഇക്കാലയളവിൽ ഉണ്ടായ നഷ്ടങ്ങൾക്കുള്ള പരിഹാരം തമിഴ്നാട്ടിൽ നിന്ന് ഈടാക്കണമെന്ന ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും പറമ്പിക്കുളം ആളിയാർ വാട്ടർ യൂസേഴ്സ് അസോസിയേഷനും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 4.5 സെന്റ് ഭൂമി റീസർവേ ചെയ്യാൻ 3 വർഷമായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം മങ്ങാട്ടുകടവ് സ്വദേശി ബൽസമ്മ. കൂലിവേല ചെയ്ത് ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ തന്റെ സമ്പാദ്യം അളന്നു നൽകാൻ കാട്ടാക്കട താലൂക്ക് ഓഫീസ് കയറിയിറങ്ങി തളർന്ന് നീതിക്കായി കൈനീട്ടുകയാണ് ഇവർ. സ്വന്തമായുള്ള 4.5 സെന്റ് വസ്തു അയൽവാസിയായ BJP നേതാവ് മതിലുകെട്ടി തിരിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അയൽവാസി തന്റെ ഭൂമി കയ്യേറിയെന്ന് കാട്ടി പഞ്ചായത്തിലും വില്ലേജിലും പോലീസ് സ്റ്റേഷനിലുമെല്ലാം വത്സമ്മ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതരോ വില്ലേജ് ഓഫീസ് അധികാരികളോ വത്സമ്മയുടെ പരാതിയിന്മേൽ വേണ്ടത്ര നടപടി സ്വീകരിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ സ്ഥലം പരിശോധിച്ച പോലീസ് വസ്തു അളന്ന് തിട്ടപ്പെടുത്തിയാൽ മതിലിടിച്ചു മാറ്റി വേണ്ടത് ചെയ്യാമെന്ന നിർദ്ദേശം നൽകി. തുടർന്നാണ് 2014-ൽ വത്സമ്മ കാട്ടാക്കട താലൂക്ക് ഓഫീസിൽ തന്റെ ഭൂമി റീസർവേ ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. എന്നാൽ വർഷം 3 കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുവാൻ താലൂക്ക് അധികൃതർ ഇതുവരെ തയ്യാറായില്ല. 14 എന്നെ കൊണ്ട് റീസർവേയുടെ പൈസ അടപ്പിച്ചു. പക്ഷേ ഇതുവരെ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. പഞ്ചായത്ത് പരാതി കൊടുത്ത് അവരാരും എടുക്കുന്നില്ല, അവരാരും ഇത് ഉൾക്കൊള്ളുന്നില്ല. 3 വർഷം കഴിഞ്ഞെങ്കിലും വത്സമ്മ വീണ്ടും ഈ വർഷം ജൂൺ 15-നും റീസർവേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാട്ടാക്കട താലൂക്ക് ഓഫീസിനെ സമീപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താലൂക്ക് ഓഫീസ് അധികാരികൾ വത്സമ്മയുടെ വസ്തുവിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അളന്നു തിട്ടപ്പെടുത്തുവാനോ തയ്യാറായിട്ടില്ല. എന്റെ പരാതി ആരും കേൾക്കുന്നില്ല. എന്റെ 30 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ കിടക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, എന്നെ സംരക്ഷിക്കേണ്ട. ആ മക്കൾ ഒരു മോനുള്ള ഹാർട്ട് പേഷ്യന്റ് ആണ്. സ്വന്തമായൊരു കിടപ്പാടം പോലും ഇല്ലാത്ത ബൽസമ്മയ്ക്ക് ഈ പ്രായത്തിൽ വീട്ടുവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഏക ജീവിതമാർഗം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച ബൽസമ്മ സ്വന്തം ഭൂമിയിൽ ഒരു കൂര വെക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ റീസർവേ ചെയ്ത് കിട്ടാത്തതിനാൽ ഒരു വീടെന്ന സ്വപ്നവും ഇതുവരെയും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി സർക്കാർ മുന്നേറുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരം ഇടപെടലുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വൻ ഭീഷണി തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം റിനു ശ്രീധർ, പീപ്പിൾ TV. കറുത്ത വരകൾ കൊണ്ട് വെള്ളക്കടലാസിൽ ചരിത്രം രചിക്കുകയാണ് ജയകൃഷ്ണൻ എന്ന ചിത്രകാരൻ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ ചരിത്രശേഷിപ്പുകൾ ക്യാൻവാസിൽ പകർത്തി കാണികൾക്കായി വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഈ ചിത്രകാരൻ. ചരിത്ര നഗരങ്ങളും സ്മാരകങ്ങളും കറുത്ത മഷിയിൽ ക്യാൻവാസിൽ പകർത്തുകയാണ് ജയകൃഷ്ണൻ എന്ന ചിത്രകാരൻ. തന്റെ യാത്രകളിൽ താൻ കണ്ട സ്ഥലങ്ങൾ നിമിഷനേരത്തിൽ ക്യാൻവാസിൽ പകർത്തുക എന്നതാണ് ജയകൃഷ്ണന്റെ ശൈലി. പാരീസ് മുതൽ ചൈന വരെ ലോകത്തിന്റെ വിവിധ കോണുകളിലെ കാഴ്ചകളാണ് വരയുടെ പുതിയ ലോകത്തിലൂടെ ചിത്രകാരൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. വരയെ മറന്ന പുതിയ തലമുറയെ വരയുടെ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ചിത്രകാരനുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്യുമെന്റേഷൻ പോലെയാണ്. കാണുന്ന സാധനം റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം അതൊരു വരയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും ഈ കൈ ഉപയോഗിക്കാൻ മറന്നു പോകുന്ന ഈ കാലഘട്ടം. കൂടുതൽ പേര് അതിലോട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. വരയ്ക്കാൻ പഠിക്കുക, സ്കെച്ച് ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് അതൊരു ഒബ്സർവേഷൻ, നിങ്ങളുടെ ഒബ്സർവേഷൻ കൂട്ടുന്ന സാധനം. അപ്പോൾ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ മാസം 15 വരെ ഈ ലോക കാഴ്ചകൾ കാണാൻ ആസ്വാദകർക്ക് അവസരമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും സഹകരണത്തോടെ കൊതുക് നിവാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുളക്കാടകം ഡിവിഷനിൽ കൊല്ലം MLA മുകേഷ് നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ആനേപ്പിൽ ഡോക്ടർ G. സുജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം M. വിശ്വനാഥൻ, കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ സോണൽ മാർക്കറ്റിംഗ് ആൻഡ് വിജിലൻസ് മാനേജർ A. സലീല, G. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഐഡിയൽ ട്രാവൽസ് ഡയറക്ടർ PM മുഹമ്മദ് അന്തരിച്ചു. പരതനായ പനന്തറയിൽ അഹമ്മദ് ഹാജിയുടെയും മറിയുമ്മയുടെയും മകനാണ്. പാലക്കാട് മങ്കര സ്വദേശിയാണ്. ഷജീനയാണ് ഭാര്യ. മക്കൾ മുഹമ്മദ് മുഹസിൻ, മുഹമ്മദ് ജമീഷ്, അബൂബക്കർ, ബഷീർ, കബീർ, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്നിവർ സഹോദരങ്ങളാണ്. ഖബറടക്കം ശനിയാഴ്ച 4 മങ്കര കാരാട്ടുപറമ്പ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ. ദാരുശില്പകലയിൽ 10 നാൾ നീളുന്ന ദേശീയ ശില്പശാലയ്ക്ക് കാസർഗോഡിന്റെ ഹൃദ്യമായ ആതിഥ്യം. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ശില്പശാലയിൽ ദാരുശില്പകലയിൽ രാജ്യത്തെ പ്രമുഖ ശില്പികൾ പങ്കെടുക്കുന്നുണ്ട്. ബേക്കൽ പള്ളിക്കര ബീച്ചിൽ നടക്കുന്ന ശില്പശാല ഈ മാസം 14 സമാപിക്കും. കാസർകോട്ടെ ബേക്കൽ പള്ളിക്കര ബീച്ചിൽ രാജ്യത്തെ പ്രശസ്തരായ ശില്പികളുടെ സംഗമമാണിപ്പോൾ. 10 നാൾ നീളുന്ന ദേശീയ ശില്പശാലയിൽ മലയാളികൾ ഉൾപ്പെടെ 15 ശില്പികളാണ് പങ്കെടുക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയാണ് നടാടെ ഇങ്ങനെയൊരു സംരംഭത്തിന് വേദിയൊരുക്കിയത്. ലളിതകലാ അക്കാദമി അംഗം രവീന്ദ്രൻ തൃക്കരിപ്പൂർ. ഇത്രയും വലിയൊരു ക്യാമ്പ് കേരള ലളിതകലാ അക്കാദമിയുടെ ചരിത്രത്തിൽ നടത്തിയിട്ടില്ല. ദാരുശില്പകലയുടെ കുലപതികളായിട്ടുള്ള ശില്പികളാണ് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ. കുമ്പിൾത്തടികളിൽ ഇപ്പോൾ ശില്പികൾ വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾക്ക് രൂപം നൽകി വരികയാണ്. മനോഹരമായ പള്ളിക്കര ബീച്ചിൽ ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിച്ചതിൽ ആനന്ദം പങ്കുവെക്കുകയാണ് ശില്പികൾ. നല്ല ഒരു അനുഭവമാണ്. കാരണം നമ്മളെ പോലത്തെ ശില്പികൾക്കെല്ലാം ഇതുപോലെ ഒരു ചാൻസ് വേറെ കിട്ടില്ല. ಇಲ್ಲಿ ಬಹಳ ಚೆನ್ನಾಗಿದೆ, ನಮಗೆ ಜಾಗ ಚೆನ್ನಾಗಿದೆ, ಹೊಸ ಅನುಭವ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശില്പികളും ശില്പശാലയിൽ സജീവ സാന്നിധ്യമാണ്. कलाकार को मिलना चाहिए जगह काम करने की, उस तरह के बहुत अच्छा है. मतलब മലയാളിയായ EG ചിത്രയാണ് ഏക വനിതാ ശില്പി. ഇവിടെ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരോട് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഥാകൃത്ത് T പത്മനാഭനാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. അനുബന്ധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.